ഹേയ് ഗൈസ്, രാവിലെ തന്നെ ദേവസംഗീതം നീയല്ലോ ആണ്. ഒന്നുമേ കാണാനില്ല, കറണ്ടില്ല. കറണ്ട് വരാനായി ഞാനും പൊന്നനും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പ്രാതൽ പണിയിൽ അമ്മയെ സഹായിച്ച പൊന്നൻ ഇടയിലൂടെ സ്വന്തം ലൊട്ടിലൊടുക്ക് പണികളും ചെയ്യാൻ മറന്നില്ല. നെത്തോലി നുള്ളുന്ന എന്നെ നോക്കുന്ന പൊന്നന്റെ കണ്ണിൽ ഒരു സീക്രട്ട് ഏജന്റിന്റെ കൂർമത ഞാൻ കണ്ടു. നെത്തോലി വൃത്തിയായ നേരം കൊണ്ട് പിൻകുത്തേറ്റ് പുട്ടും സജ്ജയായി. എന്നാ പിന്നെ പുട്ടും മുട്ടയും പയറുകറിയും അച്ചാറും കൂട്ടിയങ്ങ് അറിഞ്ഞാലോന്നായി ഞാൻ. വൻപയർ തോരനെ കിണ്ടി ഇളക്കി വേവിച്ച അമ്മ ചക്കരിയലിൽ സാമർത്ഥ്യം കാണിച്ച നിമിഷങ്ങളിൽ ബക്കറ്റുമായായിരുന്നു പൊന്നന്റെ അതിക്രമം. ബക്കറ്റ് എന്നും പൊന്നന്റെ വീക്ക്നെസ് ആണ്. ഇനി പൊട്ടാൻ ഒരു ബക്കറ്റും ഈ വീട്ടിലില്ല. അതുകൊണ്ട് തന്നെ ബക്കറ്റ് കൊമ്പൻ എന്നാണ് വിളിപ്പേര്. മീൻ പൊരിക്കപ്പെട്ടു, ചക്കയിരിശ്ശൂരിയുമായി. ഇന്ന് പഴങ്ങഞ്ഞിയില്ലെങ്കിലും തലേന്നത്തെ രസമുണ്ട്. അപ്പൊ ഒരു രസത്തിന് കലക്കിക്കുടിയായാലോ എന്ന് ഞാനും വിചാരിച്ചു. കലക്കിക്കുടിയിൽ ഉന്മാദം കണ്ടെത്തി ഞാൻ വൈകിട്ടായപ്പോ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. എവിടെ പോണൂന്ന് വെച്ചാ പറയാമേ, ചതിച്ചത തന്നെ. പേരുമഴ ഗൈസ്. അങ്ങനെ ഒരുപാട് നേരം ആലോചിച്ചതിന് ശേഷം ദീപമോൻ പോയി കാർ എടുത്തോണ്ട് വന്നു. നമ്മുടെ ചാനൽ 30Kയിലേക്കുള്ള യാത്രയിലാണ്. എന്നാ പിന്നെ ആദ്യമായി ഒരു ഗീവ് അവേ കൊടുത്താലോ എന്നാണ് ചിന്ത. അതിനു വേണ്ടിയുള്ള സാമഗ്രികൾ വാങ്ങാനുള്ള പോക്കാണ് ഇത്. ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് എല്ലാം വരുന്ന വീഡിയോകളിൽ ഉണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ബൈ ബൈ.